ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്നൊരു പുതിയ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അധികം പഴുത്തുപോയ പഴം വെറുതെ നമ്മൾ നശിപ്പിച്ച് കളയാതെ അതുകൊണ്ട് നല്ലൊരു വളരെ രുചികരമായ ഒരു വിഭവം നമുക്കുണ്ടാക്കാം. അധികം പഴുത്തുപോയ പഴത്തിൻ്റെ തൊലി ഉരിഞ്ഞു മാറ്റുന്നു. നന്നായിട്ട് അത് മാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാണാമല്ലോ, മാഷ് ചെയ്യുന്നു, ഉടയ്ക്കുന്നു. കേട്ടോ, അത് കാണുക. അതിനുശേഷം ഇത് കഴിഞ്ഞ് പിന്നെ ഇത് കുഴിഞ്ഞ പാത്രത്തിലാക്കി അതിൻ്റെ കൂടെ ആട്ട, അരിപ്പൊടി, അരിച്ചെടുത്ത ശർക്കര, ഏലക്കാപ്പൊടി, ചിരുകിയ തേങ്ങ, ജീരകപ്പൊടി, ആവശ്യത്തിന് ഉള്ള ഉപ്പ്, കുറച്ച് വെള്ളം, ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിപ്പോൾ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കാണണം. കാരണം നമുക്ക് ഇങ്ങനെ ഇത് വേസ്റ്റാക്കി കളയാതെ നമുക്ക് 4 മണിക്ക് നല്ലൊരു വിഭവമാണിത് കഴിക്കാനായിട്ട് കേട്ടോ. കാപ്പിയുടെ കൂടെയോ ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാനുള്ള നല്ലൊരു വിഭവമാണ്. അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് അത് വേസ്റ്റാക്കാതെ നമ്മൾ വെറുതെ കളയരുതത് കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ. കാണാമല്ലോ, ഇപ്പോൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ ഏറ്റവും ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് തന്നെ. അതായത് ഒരു 10 പഴം, അരിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണ്, ആട്ട ഒരു 2 ടേബിൾ സ്പൂണ്, ചിരുകിയ തേങ്ങ ഒരു 3 ടേബിൾ സ്പൂണ്, ഏലക്ക പൊടിച്ചത്, ജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അത് കുറച്ച് വല്ലതും മതി. പിന്നെ ഉരുക്കിയ ശർക്കര, അരിച്ചെടുത്ത ശർക്കര വേണം കേട്ടോ. പിന്നെ ചിലപ്പോൾ അതിനകത്ത് കല്ലൊക്കെ കണ്ടെന്നിരിക്കും. അപ്പം നമ്മളിത് ഇപ്പോൾ അത് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്, അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനടുത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിരിപ്പുണ്ട്, കാണാമല്ലോ. അത് തന്നെ. അപ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി നമ്മളതിനകത്ത് ചേർക്കുന്നു. പിന്നെ കുറച്ച് ജീരകം പൊടിച്ചത്, അല്പം ഉപ്പ്, ഇതെല്ലാം നമ്മളതിനകത്ത് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ച് കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. പിന്നെ ഈ ഉരുക്കിയ ശർക്കര, അരിച്ചെടുത്ത ശർക്കര ചേർക്കുന്നതുകൊണ്ട് കുറച്ച് അതിനകത്ത് വെള്ളമയം ഉണ്ട്. എന്നാലും നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കുന്നു, വെള്ളം ചേർത്ത് അത് നന്നായിട്ട് ഇളകിയെടുക്കുകയാണ് കേട്ടോ. ഇളക്കിയെടുത്ത് അത് കണ്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം നന്നായിട്ട് കുഴഞ്ഞത്, വെള്ളമെല്ലാം ഒഴിച്ച് ചേർത്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കുഴഞ്ഞു. ഇനി ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ ഇടനയിലയായി എടുക്കേണ്ടത്. ഇടനയില എപ്പോഴും അവൈലബിൾ അല്ല, അതുകൊണ്ട് വാഴയില എടുത്താലും മതി കേട്ടോ. വാഴയില എടുത്താലും മതി. എന്നിട്ട് അതുകൊണ്ടൊരു കുമ്പിൾ പോലെ ഉണ്ടാക്കിയിട്ട് ഉണ്ടോ. അപ്പോൾ വാഴയില നമ്മൾ അത് തീയിൽ വെച്ച് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ശരിക്കുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. വാട്ടിയെടുക്കണം കേട്ടോ. നമ്മൾ ചോറുമ്പതിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ, പൊതിച്ചോറുണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെ അതൊന്ന് വാട്ടിയെടുക്കണം. നന്നായിട്ട് വാട്ടിയെടുത്ത് എന്നാലേ അത് നമുക്ക് കുമ്പിളായിട്ടത് കണ്ടോ. ഇപ്പോൾ കുമ്പിളുണ്ടാക്കി കണ്ടല്ലോ. അത് ഇടനയിലയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇടനയിലയ്ക്ക് ഒരു പ്രത്യേക മണവും രുചിയുണ്ട്. അതുകൊണ്ട് കേട്ടോ, നമ്മൾ ഈ ചക്ക കൊണ്ട് അങ്ങനെ ഒരു വിഭവം ഉണ്ടാക്കാറുണ്ട്, പഴുത്ത ചക്കപ്പഴം കൊണ്ട്. അതുപോലെ ഒക്കെ തന്നെയാണ് ഇതും കേട്ടോ. ഇനിയിപ്പോൾ ചക്കപ്പഴത്തിൻ്റെ കാലം അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ കുമ്പിളുണ്ടാക്കി ആ കുമ്പിളിനകത്ത് ആ മിശ്രിതം ചെയ്യുന്നു. ഫില്ല് ചെയ്ത് കാണാമല്ലോ. അങ്ങനെ നടുവേ വലിച്ചു കീറി നല്ലൊരു കുമ്പിൾ പോലെ ഉണ്ടാക്കിയെടുക്കുന്നു. ഓക്കെ, അങ്ങനെ കുമ്പിളുണ്ടാക്കിയെടുത്ത് അതിനകത്തേക്ക് നമ്മൾ ആ മിശ്രിതം അത് കോരി നിറയ്ക്കുന്നു. കണ്ടല്ലോ, അത് അങ്ങനെ കോരി നിറച്ചിട്ട് നമ്മളത് നന്നായിട്ട് അടയ്ക്കണം. നന്നായിട്ട് അടച്ചെടുത്ത് അത് കാണാമല്ലോ അല്ലേ. അത് അങ്ങനെ അങ്ങനെ കുമ്പിൾ അടച്ചെടുത്തിട്ട് നമ്മളത് ഇനി വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. വേവാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ആവി കയറ്റിയാണ് നമ്മളത്
വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇതാ അതിലൂടെ ആവി കയറുന്നുണ്ട്. അതിലേക്ക് നമ്മളത് നന്നായിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. നമ്മളുണ്ടാക്കി വെച്ച ഇതുപോലെ ഒരു 8-10 എണ്ണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നന്നായിട്ട് ആവി കയറി കഴിയുമ്പം നല്ല സൂപ്പർ രുചിയുള്ള നല്ല അടയായിരിക്കും അത് കേട്ടോ. ഓക്കെ, നല്ല നല്ല രുചികരമായ അടയായിട്ട് അത് മാറുന്നു കേട്ടോ. അത് നമ്മളത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇതുകൊണ്ട് ഇപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തെടുത്ത് ഉണ്ടോ, കാണാമല്ലോ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം എടുത്തൊന്ന് പൊളിച്ചെടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം വെന്തിട്ടുണ്ട്. ഇത്ര നേരം വെന്തു. ഒരു 10-12 മിനിറ്റെങ്കിലും വേകണം കേട്ടോ ആവിക്കകത്ത്. അതെടുത്ത് ഒരെണ്ണം എടുത്ത് അത് പൊളിച്ച് നോക്കുകയാണ് ഇപ്പോൾ കണ്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ രുചികരമായിരിക്കും ഇത്. ഇതും കാപ്പി ഓർ ചായ എന്തെങ്കിലും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ടിഫിൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഗുഡ് അപ്പിറ്റീറ്റ്.